Good afternoon, everyone. Yes. Good afternoon, Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Okay, now ready? Ready? No? Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? പ്രസന്റ് ടെൻസ്, അല്ലെ? സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചേഴ്സും നമ്മൾ നോട്ട് എല്ലാം എഴുതിയതാണ്. ആണോ? ആണോ? Yes. Yes. Yes, miss. പുറത്ത് പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, നോട്ട് എവിടെ വരെ എഴുതിയെന്ന് പറഞ്ഞേ. നോട്ട്സ് എവിടെ വരെ എഴുതി? Singularly. Simple present example. സിമ്പിൾ Singular subject to plural subject num example. example. Okay. So let's make examples used with the simple present tense. Okay, എല്ലാവരും എക്സാമ്പിൾസ് എന്ന് പറഞ്ഞേ. സിംഗിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു എനിക്ക് എല്ലാവരും. അഥവാ ഇനി മനസ്സിലായില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me. Okay. സെന്റൻസ് ക്രിയേറ്റ് ചെയ്യൂ. അല്ലെങ്കിൽ പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. എന്താണ്? അക്ഷര. അക്ഷര. Yes. Can you explain the previous note? I mean, simple present tense. Akshara, Yes, miss. Miss, can you miss explain? ഒന്ന് Yes, for everyone. Okay. miss ഒന്ന് പറയാം, ക്ലിയർ ആവുന്നില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? സിംഗിൾ പ്രസന്റ് ടെൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് എല്ലാം കഴിഞ്ഞതാണ്, എക്സാമ്പിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഒന്ന് എല്ലാവർക്കും വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ ചെയ്യുക, പ്രവർത്തിക്കുക, ചെയ്യുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. അതിന്റെ ഫോം വരുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സിംഗിൾ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. ഇതാണ് വരുന്നത്. ഇതിൽ 3 വെർബ് വരുന്നുണ്ട്. വെർബ് 1, വെർബ് 2, വെർബ് 3. സിംഗിൾ സബ്ജക്റ്റിന്റെ ഇവിടെ സിംഗിൾ വെർബാണ് വരുന്നത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ പ്ലൂറൽ വെർബാണ് വരുന്നത്. ഓക്കെ, മതിയോ മിസ്സേ? ഒരു എക്സാമ്പിൾ പറയും. He writes a story. They play cricket. Okay. Yeah. For this next to explain this topic, Shruti. Yes, Shruti. Next, Shalini. Yes, miss. Okay. Explain you. Example ആണ് മിസ്സേ. അല്ല, നോട്ട്സ് കഴിഞ്ഞ ക്ലാസ്സിലത്തെ നോട്ട്സ് എന്തൊക്കെയാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് ടെൻസ് പറഞ്ഞു. ടെൻസ് 3 വിധം: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ആണ്
പഠിപ്പിച്ചത്. അതിന്റെ സ്ട്രക്ചർ ഫോം സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അതില് സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. പിന്നെ വെർബിന്റെ 3 ഫോം V1, V2, V3. അതില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും ആണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഹി റൈറ്റ്സ് എ നോവൽ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ ദേ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ മിസ്. Okay, yeah. Next, Ashwini Santosh. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണോ പറയേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പ്രസന്റ് ടെൻസ് ആണ്. അതിലെ സിമ്പിൾ പ്രസന്റ് ആണ് എടുത്തത്. ആ സിമ്പിൾ പ്രസന്റിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. V1 എന്ന് പറയുന്നത് വെർബിന്റെ ആദ്യത്തെ ഫോം. ഈ സിമ്പിൾ പ്രസന്റ് പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇനി സബ്ജക്റ്റ് തന്നെ 2 തരത്തിലുണ്ട്, സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും. സിംഗുലർ സബ്ജക്റ്റിലെ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് അയ്യോ ദേവി, ഐ, യു, ദേ, വി. വെർബിന് 3 ഫോമാണുള്ളത്, V1, V2, V3. ഇനി സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ ഐ റീഡ്സ് എ ബുക്ക്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. ദേ പ്ലേ ഫുട്ബോൾ. Yes, okay. ഇനി ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ? അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാം. അമിന. ഓക്കെ, അമിന. Aida. No. Marina George. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് ആണ് പഠിച്ചത്. 3 ടെൻസ് ഉണ്ട്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ പ്രസന്റ് ടെൻസിനാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചത്. പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ സ്ട്രക്ചർ ഫോം സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റിന് എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. ഇനി വെർബ് ഫോമിൽ 3 വെർബ് ഫോം ഉണ്ട്, V1, V2 ആൻഡ് V3. സിംഗുലർ സബ്ജക്റ്റിനോട് കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിനോട് പ്ലൂറൽ വെർബും നമ്മൾ യൂസ് ചെയ്യുന്നു. സിംഗുലർ സബ്ജക്റ്റിന് എക്സാമ്പിൾ ഹി റൈറ്റ്സ് എ ലെറ്റർ. പ്ലൂറലിന് എക്സാമ്പിൾ ദേ പ്ലേ ക്രിക്കറ്റ്. Yeah, okay. Then Sharma. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് അയ്യോ ദേവി. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഹി റൈറ്റ്സ് എ നോവൽ. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് ഉപയോഗിക്കുന്നു. ദേ പ്ലേ ക്രിക്കറ്റ്. എക്സാമ്പിൾ. Okay. So clear ആണല്ലോ? സിമ്പിൾ പ്രസന്റ് സിമ്പിൾ അല്ലേ? യെസ് മിസ്. Yes. Okay. Yeah. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോ എത്രയാണ്? എത്രയേ ഉള്ളൂ സ്റ്റുഡൻസ് ക്ലാസ്സില്, ഇംഗ്ലീഷ് ക്ലാസ്സില്? ഓക്കെ, എങ്ങോട്ട് പോകുന്നവര് ചിലപ്പോൾ സ്റ്റുഡൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. മാക്സിമം എന്താണ് ഇംഗ്ലീഷ് പഠിക്കണം, സംസാരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, moving on the next tense, it's a present continuous tense. Present continuous tense, structure subject plus present auxiliaries plus
അല്ലെങ്കിൽ or നിങ്ങൾക്ക് എങ്ങനെ എഴുതാം the subject plus is am are plus അല്ലെങ്കിൽ am is are plus subject plus am is are plus verb ing. ക്ലിയർ ആയില്ല. Subject plus is ഒന്നുകൂടെ പറയോ ഏതാ ടോപ്പിക്? topic present continuous tense ആണ്. ഓക്കെ, സ്ട്രക്ചർ ഞാൻ നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം. സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് verb ing ആണ്. ഐയുടെ കൂടെ നമ്മൾ ഓക്സിലറി ആയ ആം യൂസ് ചെയ്യുന്നു. ഹി ഷീ ഇറ്റിന്റെ കൂടെ ഓക്സിലറി ഈസ് യൂസ് ചെയ്യുന്നു. യു വി യുടെ കൂടെ ആർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം പ്രസന്റ് ഓക്സിലറീസ് ആണ്. ഏതൊക്കെയാണ് ഓക്സിലറീസ്? ഈസ്, ആം, ആർ പ്രസന്റ് ടെൻസിലെ ഓക്സിലറീസ് ആണ്. ആം നമ്മുടെ ഐയുടെ കൂടെയാണ് യൂസ് ചെയ്യുക. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് ആം യൂസ് ചെയ്യുക. ഹി ഷീ ഇറ്റ് സബ്ജക്റ്റിന്റെ കൂടെ ഈസ് യൂസ് ചെയ്യുന്നു. യു വി യുടെ കൂടെ ആർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വേർബിന്റെ കൂടെ ing ഉണ്ടാകും. അതായത് റൈറ്റ് ഇതൊക്കെ ആണെങ്കിൽ റൈറ്റിംഗ് എന്ന് വരും. ing ഫോം മസ്റ്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, ing ഉണ്ടാകും. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മള് സിമ്പിൾ പ്രസന്റ് പഠിച്ചു. അതില് കുറച്ചുകൂടെ പറയാനുണ്ട്, വിട്ടുപോയി. അതായത് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? അതായത് ഇപ്പോ നമ്മുടെ ഹാബിച്വൽ ആക്ഷൻ, അതായത് നമ്മുടെ ഹാബിറ്റ് അല്ലെങ്കിൽ റൊട്ടീൻ, ഇതൊക്കെ പറയാൻ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ എന്താണ് ഫിക്സഡ് പ്രോഗ്രാം പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഇപ്പോ നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുമ്പോ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, അല്ലെ? ഇതെല്ലാം നമ്മൾ പറയുന്നത് ഇങ്ങനെ തന്നെയല്ലേ? പോകുന്നു, ചെയ്യുന്നു, അല്ലെ? അപ്പോ ഇതെല്ലാനും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാ. ഇപ്പോ I wake up early in the morning and I brush my teeth and I go to school. അല്ലെ? നമ്മളിങ്ങനല്ലേ പറയാം? നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹാബിറ്റ്. പിന്നെ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. I go to gym daily, അല്ലെങ്കിൽ I go to gym every day. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന ഡെയിലി റൊട്ടീനും അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ശീലങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ക്ലിയർ ആയത്? ക്ലിയർ? യെസ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്നുകൂടെ പറഞ്ഞു മിസ്സേ. എന്തായിരുന്നു? അതായത് പ്രസന്റ് കണ്ടിന്യൂസിലല്ലാട്ടത്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിലെ കാര്യമല്ല ഞാനിപ്പോ പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ പ്രസന്റിനെ കുറിച്ചിട്ടാണ്. സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ് പറയാനും, അതായത് ഇങ്ങനെ എഴുതാം, പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. ഹാബിറ്റ്, റൊട്ടീൻ, ഇതെല്ലാം പറയാൻ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ചെയ്യാം. പോയിന്റ് ആയിട്ട് ചെയ്ത ഹാബിറ്റ്, റൊട്ടീൻ ഇത്ര മനസ്സിലാവാലോ. ഹാബിറ്റ് അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ ആൻഡ് റൊട്ടീൻ പറയാൻ യൂസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ് ചെയ്ത യൂണിവേഴ്സൽ ട്രൂത്ത്.
And the 8th point, fixed programs. Fixed programs. ഈ 3 പോയിന്റ് ഏതാ? Habitual action or routine. Second one, universal truth, and the third one, fixed program. Okay, finished? Yes, miss. Yes. അപ്പോ അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് നമ്മുടെ ഹാബിറ്റ്, നമുക്കൊരു ഹാബിറ്റ് ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും ബുക്ക് വായിക്കും. അതൊരു ഹാബിറ്റ് ആണ്, എല്ലാ ദിവസവും ബുക്ക് വായിക്കുന്നു. ഹാബിറ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? Every book every day. Every book every day. Then he goes to temple every day. He goes to temple every day. എല്ലാ ദിവസവും ടെമ്പിൾ പോകുന്നു. Then the ശീലം, അപ്പോൾ ഡെയിലി ജിമ്മിൽ പോകുന്നു. ഇപ്പോ എല്ലാ ഞായറാഴ്ചയും അവൻ പള്ളിയിൽ പോകുന്നു എന്നാണെങ്കിൽ he goes to church every Sunday. അതും ഒരു ശീലമാണ്, ഒരു ഹാബിറ്റ് ആണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുക, എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, എല്ലാ ദിവസവും ജിമ്മിൽ പോകുക എന്നെല്ലാം പറയുന്നത് ഹാബിറ്റ് ആണ്, ഒരു ശീലമാണ് അല്ലെ? ആ ശീലങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഇതാണ്. ഈ ടെൻസ് വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന റൊട്ടീൻ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഡിന്നർ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, ഓക്കെ, പഠിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന റൊട്ടീനാണ്. ഇതെല്ലാം പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. Okay, I wake up early in the morning, I brush my teeth, then I go to school, and I make dinner, I make lunch for my kids, for my family. Okay, then I go to pick up my kids to my home and play with them, and then I teach lessons for my kids. We take about every day. Okay, we take bath every day. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ക്ലിയർ ആണ്? ഈ ഫിക്സ്ഡ് പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്യാണ്. അതായത് സ്കൂള് ജൂൺ 2 തുറക്കും. ഇത് ഫിക്സഡ് പ്രോഗ്രാം ആണ്. തുറക്കും അല്ലെ, സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് 2 ജൂൺ 2 സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറയാണ്. ആ ഒരു പ്രോഗ്രാം ഫിക്സഡ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാല്, ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾറെഡി ഇത് ഫിക്സ്ഡ് ആണ്. ഒരിക്കലും അത് യാതൊരുവിധ ചേഞ്ചസ് ഒന്നും നമ്മുടെ വരില്ല. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ഫിക്സഡ് പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെ വന്നാലും ആ പ്രോഗ്രാമിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, അടയിട്ട് തന്നെ ഇത് നടക്കും. അതിനെയാണ് നമ്മൾ ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിക്സഡ് പ്രോഗ്രാം എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ജൂൺ 2 സ്കൂൾ തുറക്കും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്, ഭാവിയിലെ കാര്യമാണ്. ഭാവിയിലെ കാര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അവർ ഡൗട്ട് വരും, ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്തിട്ട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും അല്ലെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, ഫിക്സഡ് പ്രോഗ്രാം ആയതുകൊണ്ടാണ്. ഇപ്പോ നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും ഡേറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിക്സഡ് ആയിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവാം, മാറ്റാൻ ചാൻസ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്യൂച്ചർ ടെൻസ് വെച്ചിട്ട് പറയാം. കാരണം ഫ്യൂച്ചർ ടെൻസ് വെച്ച് പറയുമ്പോൾ അത്ര ഉറപ്പല്ല, അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടക്കും എന്ന് ഉറപ്പല്ല. എന്തെങ്കിലും ചാൻസ് കൊണ്ട് മാറ്റാതിരിക്കാം, അങ്ങനെയാണ്. മനസ്സിലായോ? അത് അല്ലാതെ നമ്മുടെ മാരേജോ എന്തെങ്കിലും വെഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് എന്തെങ്കിലും അത് ഫിക്സഡ് ആണ്. ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും അത് നടക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സെന്റൻസ് വൈസ് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്കൂൾ ജൂൺ 2 തുറക്കും.
എന്ന് പറയണമെങ്കിൽ school opens on 2nd June എന്ന് പറയാം. opens 2nd June സ്കൂൾ 2ാം തീയതി തുറക്കും. അത് ഫിക്സഡ് ആണ്. ഓക്കെ, നിങ്ങൾ എവിടെ വേണമെങ്കിലും ശ്രദ്ധിച്ചോളൂ. എന്തെങ്കിലും ഇൻവിറ്റേഷനോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് ആ ഇൻവിറ്റേഷൻ കിടക്കേണ്ടി വരുന്നത് അല്ലെ. ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും ആ പ്രോഗ്രാം നടക്കും. നിങ്ങൾ നോക്കിക്കോളൂ, അത് അവിടെ ആ സെന്റൻസിൽ യൂസ് ചെയ്തിട്ട് ഈ ടെൻസ് ആയി. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ പറഞ്ഞു ഹാബിറ്റ് പറഞ്ഞു, ഫിക്സഡ് പ്രോഗ്രാം പറഞ്ഞു. അതിനുശേഷമുള്ളത് എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്തൊക്കെയാണ്? സൂര്യൻ എന്നും സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് അല്ലെ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, പ്രപഞ്ച സത്യമാണ് അല്ലെ. നമുക്കവിടെ മാറ്റാനേ പറ്റില്ല. അതുപോലെ തന്നെ ബേർഡ്സ് എവിടെയാണ്? ആകാശത്താണ് ഫ്ലൈ ചെയ്യുക, പറക്കുന്ന ആകാശത്താണ് അല്ലെ. അതുപോലെ തന്നെ ഫിഷ്, മീനുകള് വെള്ളത്തിലാണ് ജീവിക്കുന്നത്, വെള്ളത്തിലാണ്. കിട്ടാത്ത ചത്തു. അതൊക്കെ എന്താണ്? പ്രപഞ്ച സത്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുന്നത് ഇതിനനുസരിച്ചിട്ടാണ്. The sun rises in the east. Yeah, the sun rises in the east. Then birds fly in the sky, and fishes live in the water. Okay. അപ്പൊ എന്താ യൂണിവേഴ്സൽ ട്രൂത്ത് ആയിക്കോട്ടെ, അത് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ടെൻസിൽ യൂസ് ചെയ്തിട്ടാണ്. ഈ 3 പോയിന്റ് ക്ലിയർ ആയോ? Clear or not? Do you have any doubts about this topic or this tense? Respond to you. ഡൗട്ട് ഉണ്ടോ? ഒരാൾ മാത്രം ക്ലിയർ എന്ന് പറഞ്ഞു, ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? യെസ്. ഓക്കെ, സോ യാ, ക്ലിയർ ആണ്. ഓക്കെ, ഞാനൊരു സെന്റൻസ് പറയട്ടെ, അത് കറക്റ്റ് ആണോ നോക്കോ. Simple present tense also used in the cases like habit, routine, universal truth, and fixed program, etc. Correct ആണോ? എന്നാ കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, അപ്പോ ഇവിടേക്കാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ പറയാലോ, ഈ ടെൻസ് വെച്ചിട്ട് പറയാലോ. തെറ്റിയാലും കുഴപ്പമില്ല, ഒന്ന് പറയും. സിമ്പിൾ പ്രസന്റ് ആണ്. സ്ട്രക്ചർ ഏതാണ്? സബ്ജക്ട് പ്ലസ് V1 ആണ്. സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ സെന്റൻസ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന റൊട്ടീൻ ആയിക്കോട്ടെ, ഹാബിറ്റ് ആയിക്കോട്ടെ, ഒന്ന് പറഞ്ഞെല്ലാവരും ഷെയർ ചെയ്യും in English. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പോലെ പറയാം. I wake up early in the morning, അല്ലെങ്കിൽ I wake up 6 o'clock in the morning. I'm going to start you. Okay. Okay ആണോ? പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണോ? You have time? വേണോ? എന്താ പറയേണ്ടത്? എക്സാമ്പിൾ ആണോ പറയേണ്ടത്? അല്ല, നമ്മുടെ ഡെയിലി റൊട്ടീൻ ആൻഡ് ഹാബിറ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് പറയണം, ഷെയർ ചെയ്യാം. ഷർദാസ്, പറയൂ. Do you want time for prepare? Topic ടൈം വേണോ? ഒരു 5 minutes ടൈം തന്നാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യോ? എന്താണ്? 5 മിനിറ്റ് വേണം മിസ്സേ. 5 മിനിറ്റ് വേണം. അത് പറഞ്ഞാൽ പോരെ? 5 മിനിറ്റ് തന്നെ. ഓക്കെ, 3 മണി. എന്തോ ഒരു ടൈം പറയൂ നിങ്ങള്. ആയി. അപ്പോ 3:05 ഞാൻ ചോദിക്കാം. ഓക്കെ ആണോ? പറയൂ എല്ലാവരും. മാൻസി, നിജിന, സ്നേഹ, ശാലിനി, മിനിമോൾ, ഷബ്ന,
കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചിന്നു, യെസ്. ഷൈന കേൾക്കാം, അക്ഷര കേൾക്കാം, കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 3-5 ആകുമ്പോ ഞാൻ പ്രസന്റ് ചെയ്യാൻ പറയും. പ്രസന്റ് ചെയ്യണം. അത്രയും ടൈം മതി. തെറ്റിയാലും കുഴപ്പമില്ല, എന്തിനാണെന്ന് പറയാം. ഓക്കെ, എല്ലാവരും പറഞ്ഞോണ്ടോ? ഇത് കേട്ട പണി കേൾക്കാത്ത പണി ലെഫ്റ്റ് ആവരുതായിരുന്നു. ഓക്കെ, ലെഫ്റ്റ് ആയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, എനിക്കല്ല. യെസ്, ഓക്കെ, പ്രിപ്പയർ ചെയ്യൂ. ഹാബിറ്റിനും റൊട്ടീനും എക്സാമ്പിൾ പറയാനെന്നാണോ പറഞ്ഞത്? എക്സാമ്പിൾ അല്ല കേട്ടോ, ഹാബിറ്റും റൊട്ടീനും. ഇപ്പൊ മിനിമോൾ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നത്, അതും പറയണം. മിനിമോൾ എന്തെങ്കിലും അങ്ങനെ ഹാബിറ്റ് ഉണ്ടെങ്കിൽ പറയാം. അഥവാ ഇതൊന്നും ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പറയും. ഓക്കെ, ക്ലിയർ? മിസ്സേ എന്താ മിസ്സേ? ഇപ്പോ നമ്മളൊരു കാര്യം, ഒരു ദിവസം നമ്മൾ എണീറ്റ് കഴിഞ്ഞാല് ഉറങ്ങുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതെല്ലാം നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ട് പറയാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു ശീലം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ ടെൻസ് വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് പറയാം. ഇനി അഥവാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും സ്വന്തം ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിലും പറയാം. യെസ്.
Okay, കഴിഞ്ഞു. Okay, anyone has finished? Anyone? Okay, do it firstly. Okay, കഴിഞ്ഞോ? ആരെങ്കിലും കഴിഞ്ഞോ? Yes, Ashwini. Okay, now we can start. Hurry. Yeah, Ashwini, പോയോ? ഇല്ലേ മാം? പറയാം. റുട്ടീൻ അല്ലേ പറയേണ്ടത്? Routine and hands. I wake up at 5 o'clock. Then I brush my teeth and take bath. After that, I cook breakfast and items for lunch. Then I prepare my kids to Sun's school. After I finish my cleaning work, I study previous day topics and attend mock tests. After finishing lunch, I attend classes from 1:30 to 3:30. After that, I prepare tea and watering plants, then take tuition classes for my students. Then I prepare dinner. We had a dinner, then visit Taravada. At 11 o'clock, we go to sleep. Yeah, so simple. Any habits you have? Sorry, ma'am? Do you have any habits? Sure. If I get any free time, I like to draw pictures. Yeah, drawing. So I'm hoping, yeah. Okay. Who's next? No. Arvin Aditya? Okay, Chinu. No. Shalini. I finished. Minimal. എന്താണ് ആരും എന്തൊന്നും വേണ്ടാട്ട് കഴിഞ്ഞിട്ടില്ലേ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ ഞാൻ ഇവിടെ നിന്ന് വെറുതെ വിളിക്കാം പേര് വിളിക്കുന്നു ആരെങ്കിലും കുറച്ച് സമയം കൂടി വേണം കഴിഞ്ഞില്ലായിരുന്നു എത്ര ടൈം വേണം ഒരു 5 മിനിറ്റ് കൂടി 5 മിനിറ്റ് 15 ആകുമ്പോ ഞാൻ ചോദിക്കട്ടോ ഓക്കെ ഓക്കെ മിസ് അതിന് മുൻപ് ആണെങ്കിൽ കാര്യം പറയാം വെറുതെ ബോറടിച്ചിരിക്കണം അത്രയും നേരം
Yeah. Okay, Ashwini. Ashwini ക്ലാസ്സിലുണ്ടോ? യെസ് മാം. Yes. Ashwini ക്ലാസ് എങ്ങനെയുണ്ട്? ബോറടിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്? ഇല്ല മാം, ക്ലാസ് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് പറയാനും കൂടി ഒരു അവസരം കിട്ടുമ്പോ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. കാരണം സ്റ്റുഡൻസ് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് സംശയം ബോറിംഗ് ആണോ? അതെന്താന്നറിയോ, സംസാരിക്കാൻ എല്ലാവർക്കും മടിയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ മിസ് ഇപ്പൊ ക്ലാസ്സിൽ കൂടുതൽ സംസാരിപ്പിക്കുമ്പോ സംസാരിക്കാൻ മടിയുള്ളവരിങ്ങനെ പിന്നോക്കം നിൽക്കുകയാണ്. അങ്ങനെ പിന്നിലേക്ക് നിന്ന് സംസാരിക്കാതെ ആയി ഇപ്പോ. അപ്പൊ ഇനിയെങ്കിലും അത് മാറ്റാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്ലാസ് അങ്ങനെയാണ്. കാരണം സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ലാംഗ്വേജ് സ്കില്ല് നമുക്ക് വേണം. ജോലിയുണ്ട്, ജോലിക്ക് പോണം, ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ചെന്ന് വിടുമ്പോ ഇംഗ്ലീഷും കുറച്ചുകൂടെ മസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണ് മാം. ഇവിടെ ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളുടെ അടുത്ത് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോ എനിക്ക് തന്നെ ചില വേർഡ്സ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അവരുടെ അടുത്ത് തന്നെ പറയാൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കുന്നൊരു പേടിയുണ്ട്. അപ്പോ ആ ഒരു പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിപ്പോ 6 months ആണ് ഡ്യൂറേഷൻ, കോഴ്സ് ഡ്യൂറേഷൻ. ഈ 6 months തന്നെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ സംസാരിക്കൂ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കും. മലയാളമെങ്കിൽ മലയാളം. ആദ്യം മലയാളത്തിൽ സംസാരിച്ച് ഫ്രീ ആയി മാത്രം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇത്രയും ഞാൻ കംഫർട്ടബിൾ ആക്കി. എന്താണ് അപ്പോ എല്ലാവരും കൂടി കേട്ടോ. പക്ഷെ ഇത് കഴിഞ്ഞോണ്ട് ചില ചിരിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ഇതാണ് സംസാരിക്കാൻ എല്ലാവരും മടി പിടിച്ചിരിക്കുകയാണ് എപ്പോഴും. നമുക്കറിയുന്ന പോലെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഫുള്ള് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ പറയണേലും കുറെ തെറ്റാണ്. അതറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പറയണത്. പക്ഷെ അങ്ങനെ തെറ്റുകൾ കറക്റ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും പറ്റുന്ന പോലെ എല്ലാവരും എല്ലാം കറക്റ്റ് ആയിട്ട് പറയണമെന്നൊന്നുമില്ല. പറ്റുന്ന പോലെ പറഞ്ഞു നോക്കുക. ആദ്യം നമ്മൾ പറയുമ്പോ തെറ്റാണ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് റെക്ടിഫൈ ചെയ്യാൻ അറിയില്ല. ഇംഗ്ലീഷ് ഇപ്പൊ ഒരുവിധം പഠിച്ച് ടെൻസ് എല്ലാം പഠിച്ചു വരുമ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും. മനസ്സിലായോ? ആ ഒരു സ്റ്റേജ് വരെ എത്തും കാര്യങ്ങള് നിങ്ങൾ എഫോർട്ട് എടുക്കുകയാണെങ്കിൽ. അല്ലാതെ ഞാൻ ഇല്ലാന്ന് പറയും. ഇതിപ്പോ തന്നെ ഫസ്റ്റ് ക്ലാസ് ജോയിൻ ചെയ്തപ്പോ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻസിന്റെ എണ്ണം ഇപ്പോ 10 ആയി. അല്ലെ, 10 കിലോയാണ്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടി പറയില്ല. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സംസാരിച്ചില്ല എന്ന് പരാതി പറഞ്ഞാല് ഒന്നും ചെയ്യാനില്ല. കാരണം നിങ്ങൾ എഫോർട്ട് എടുക്കാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? അപ്പൊ ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്തു. അവര് ഓക്കെ നിങ്ങൾ സംസാരിക്കൂ എന്ന് എന്നോട് എന്ത് പറയുമ്പോ ഞാൻ സംസാരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞില്ല, ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നത് ഇരുന്നാല് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും ഇല്ല. അതന്നെയാണ് പ്രശ്നം. ഓക്കെ, അപ്പോ സിനിമ സംസാരിക്കുക, എന്തെങ്കിലും ചോദിക്കുക. ഞാൻ കുറച്ച് ടോക്കറ്റീവ് ആണ് കേട്ടോ. ക്യാരക്ടർ സംസാരിക്കാം. അതേപോലെ നമുക്ക് എന്തെങ്കിലും വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വർക്ക് കഴിയുന്നവരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ. പിന്നൊരു കാര്യം, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ സത്യം മിസ്സേ, ഞാന് 2-3 ക്ലാസ് എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഞാനത് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ എനിക്ക് നോട്ടും കംപ്ലീറ്റ് ആവുന്നില്ല. എനിക്ക് നല്ല ഡിസ്റ്റർബൻസാ തോന്നുന്നത്. കാരണം ഇന്ററാക്ടിങ് ക്ലാസ് അല്ലേ. അപ്പൊ എനിക്കതിൽ ജോയിൻ ചെയ്യാനും പറ്റില്ല, നോട്ടും കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ അങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ് റെക്കോർഡ് ക്ലാസ് കാണാൻ. മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും നല്ലത്. എന്നാലാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. കാരണം സംസാരിച്ചൊരു ഇത് വരണമെങ്കിൽ ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കാണാനേ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ വർത്താനം മാത്രമേ കാണുള്ളൂ. ഞാൻ നിങ്ങൾ പറയൂ സംസാരിക്കൂ എന്ന് മാത്രം കേൾക്കാം. കുറച്ച് സമയം അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറയാൻ സിമ്പിൾ ആണ്. കുറച്ച് സമയം നോട്ട്സ് എഴുതാനുള്ളൂ. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് നോട്ട്സ് കഴിഞ്ഞു. ഇനി വേണ്ടത് എന്താണ്? പ്രാക്ടിക്കൽ സെഷനാണ്. നിങ്ങൾ സംസാരിക്കണം.
അല്ലെ? നോട്ട്സ് എഴുതാനാണെങ്കിൽ 6 മാസം ഒന്നും വേണ്ട, 1 മാസം കൊണ്ട് ഞാൻ ഈ ക്ലാസ് പഠിപ്പിച്ചു തരാം. ഓക്കെ, പക്ഷെ ഇവിടെ അതല്ലല്ലോ ആവശ്യം, നോട്ട്സ് അല്ല ആവശ്യം. സംസാരിക്കണം, കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യണം, അല്ലെ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. മിസ്, ഞാൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്തപ്പോ എനിക്ക് കുറെ ഡൗട്ട് വന്നു. ഞാൻ എന്റെ കുട്ടികളെ സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കി, അതിന് എങ്ങനെയാ പറയാ? സെന്റൻസ് എങ്ങനെയാ പറയാ? റെഡി ആക്കുന്നു എന്ന് പറയും. റെഡിയാക്കുന്നു. അപ്പൊ ആ സെന്റൻസ് എങ്ങനെയാ വരിക? എങ്ങനെയായിരിക്കും പറഞ്ഞു നോക്കി. ഞാൻ എഴുതിയത് പ്രിപ്പയർ മൈ കിഡ്സ് ടു സെൻഡ് സ്കൂൾ എന്നാണ്. പക്ഷെ പ്രിപ്പയർ വരുമോ അവിടെ? പ്രിപ്പയർ ആയി നമ്മൾ പറയാറുണ്ടാവോ? എന്താ നമ്മൾ വാക്ക് പറയാറുണ്ട്, ഇംഗ്ലീഷിൽ നമ്മൾ വാക്ക് പറയാറുണ്ട്. റെഡിയാകുന്നതിന്റെ ഗെറ്റിംഗ് റെഡി എന്ന് പറയാറുണ്ട്. ഗെറ്റിംഗ് റെഡി. അത് കൊറേ ഞാൻ ആലോചിച്ച് എനിക്ക് കിട്ടിയില്ല. നമ്മളത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ മലയാളം പറയുമ്പോഴാണെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ പറയാൻ നോക്കണം. കിട്ടാറില്ല, പെട്ടെന്ന് മിസ്സിംഗ് വരില്ല. നമ്മൾ പറയുന്ന വാക്കാണ് ശരിയല്ലേ, നമുക്ക് അറിയാവുന്ന വാക്കാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് പെട്ടെന്ന് അവിടെ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അതെ, നമ്മൾ മാക്സിമം ഒരുപാട് ബുക്സ് വായിക്കാൻ നോക്കുക, ഇതേപോലെ കുറെ കാര്യങ്ങൾ കേൾക്കാൻ നോക്കുക. കേൾക്കുക മാത്രമല്ല അത് നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ എന്തെങ്കിലും പറയുമ്പോഴാണെങ്കിലും പിള്ളേരോട് പറയുമ്പോഴാണെങ്കിലും നമ്മളത് യൂസ് ചെയ്യാൻ, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഒരു പ്രാവശ്യം നമ്മളത് യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് ഏത് ലാംഗ്വേജ് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇപ്പൊ ടെൻസിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു, അതെന്റെ വേർഷനാണ്, ഞാനത് പഠിപ്പിച്ചു. അതിനുശേഷം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേർഷനിലാണ് അത് പറയുന്നത്. ഓക്കെ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഒരാളെ ക്ലാസ് എടുക്കുന്നതിന് തുല്യമാണ് എക്സ്പ്ലനേഷൻ. ഇപ്പൊ അശ്വതി കോഴ്സ് എടുക്കുന്ന ആളാണ് അല്ലെ, നമ്മുടെ അറിവ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്ത് പറയാൻ പറ്റും. ശരിയല്ലേ? ശരിയാണ്. ഒരു ഞാനൊരു ടോപ്പിക് പറയുകയാണെങ്കിൽ അശ്വതി ഇനി വേറൊരാൾ പോയി പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരിക്കും പറയാ? അല്ല. അതിൽ നിന്ന് അശ്വതിക്ക് എന്തൊക്കെയാ മനസ്സിലായി, അത് മറ്റുള്ളവർക്ക് എന്തൊക്കെ പെട്ടെന്ന് എങ്ങനെയൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും അല്ലേ? അറിയാൻ എന്ത് പറ്റും? അശ്വതിക്ക് ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും, കുറച്ചുകൂടെ അതിനെ കുറിച്ച് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലെ? എന്തും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കും. അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്ത് ടോപ്പിക് ആയിക്കോട്ടെ, എന്തും ആകട്ടെ. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വേറെ സബ്ജക്ട് പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് മറ്റൊരാൾക്ക് ക്ലാസ് എടുത്ത് നോക്കി, നിങ്ങൾ പിന്നെ ആ ടോപ്പിക് മറക്കില്ല. ഞാൻ ചെയ്യാറുണ്ട് മാം. ഞാൻ ഇപ്പൊ പ്രിപ്പോസിഷൻ മക്കൾക്ക് എടുത്തു കൊടുക്കാറുണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കിട്ടും, നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ ഫസ്റ്റ് ടൈമിൽ ഞാൻ ക്ലാസ് എടുത്ത പോലെയല്ല എനിക്ക് ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളത് യൂസ് ചെയ്ത് നമ്മൾ യൂസ്ഡ് ആണ്. നമുക്ക് പിന്നെ എന്തും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് പറയാൻ പറ്റും, ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. മനസ്സിലായോ? ആ ലെവലിൽ നമ്മൾ എത്തണം. നമ്മൾ ചില ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അവർ നോക്കിയല്ല വായിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സ്പേർട്ട് ആണെങ്കിൽ ഒരിക്കലും ഒരു കാര്യം നോക്കി വരയ്ക്കാറില്ല, നോക്കി ക്ലാസ് എടുക്കാറില്ല. അവരെന്താണ്, അവരുടെ ഉള്ളിൽ അതുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ പറഞ്ഞ് അവർക്ക് അറിയാം. ഒരിക്കലും അവർ കാണാതെ പഠിച്ച കാര്യങ്ങളല്ല, അത് പറഞ്ഞ് പഠിച്ചതാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയില്ല. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ പറയൂ, നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യൂ, എക്സാമ്പിൾസ് നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഞാൻ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, ടെൻസ് അങ്ങനെയാണ്, ടെൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നിങ്ങൾ നോട്ട് എഴുതിയെടുത്തോളൂ, ഞാൻ നോട്ട്ബുക്കിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ അവസാനിപ്പിക്കാം, ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും? നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ട് അങ്ങനെ തന്നെ പോകും. പിന്നെ ക്ലാസ് കഴിഞ്ഞ് നോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറക്കും അത്. അടുത്ത ക്ലാസ് ഞാൻ കുറെ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടിരുന്നു, നോട്ട് നിറയെ കയ്യിലുണ്ട്, പക്ഷെ സംസാരിക്കാൻ എപ്പോഴും അറിയുന്നില്ല. അതാണ് കാരണം തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ടത് നോട്ട്സ് തന്നെയാണ്.
അതുകൊണ്ടാണ് ഇവിടെ ആയിരുന്നത്. ഓക്കെ, എന്തിനും നോട്ട്സ് കഴിഞ്ഞ് നോക്കി ലീവ് ചെയ്ത് പോകാം എന്നാ വിചാരിക്കുക. ആ നോട്ട്സ് കിട്ടി, ഓക്കെ, ഇനി നമുക്ക് അറിയാം, എനിക്കറിയാം നോട്ട്സ് എല്ലാം വരുന്നല്ലോ, എനിക്കറിയാം, അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷെ ആ ചിന്ത തന്നെ തെറ്റാ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ എഴുതി വെച്ചാൽ അതൊരിക്കലും നമ്മൾ മൈൻഡിൽ ഉണ്ടാവില്ല. ബുക്കിലുണ്ടാവും, മൈൻഡിലുണ്ടാവില്ല. മൈൻഡിലുണ്ടെങ്കിൽ നമ്മളത് ബൈഹാർട്ടല്ല, നമ്മളത് മനസ്സിലാക്കി പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ച അങ്ങനെയാട്ടോ. എനിക്ക് ഈ പറയുന്ന ടെൻഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓ, ഇത് എന്തെന്നാണ് എങ്ങനെയാ പഠിക്കുക, ഈ ഹാസ് ഹാവ് ഇത് ഇതൊക്കെ എങ്ങനെയാ വരാൻ അറിയില്ല. നമ്മൾ കുറെ കാണാതിരുന്ന് പഠിച്ചിട്ട് അതൊന്നും കേറില്ല. പക്ഷെ എന്താ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു ഓക്കെ, ഇത് ഓൾറെഡി സെറ്റ് ആണല്ലോ. എങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. നോക്കണ്ട, എനിക്ക് ബുക്ക് എടുത്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഞാനും ഇതുപോലെ ഒരുപാട് ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ട്, സംസാരിക്കാം. നമ്മൾ എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും നമ്മൾ ഒറ്റക്കൊന്നും കൊണ്ടുപോയി അവിടെ വിട്ടാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം നമുക്ക് പിടിച്ചു നിൽക്കണം. വേറെ ലാംഗ്വേജ് അവർക്ക് പറയുമ്പോൾ അറിയാൻ പറ്റില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് ഫ്ലുവന്റ് ആകുന്നവരുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ കുറച്ചിങ്ങനെ ടെൻസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഷുവർ ആണ് കേട്ടോ. എല്ലാവരും പറയും ടെൻസ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ ടെൻസ് പഠിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. കാരണം ഒരു കാര്യം, ഒരു സെന്റൻസ് പറയുന്നുണ്ടെങ്കിൽ അതിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുവരും. നല്ലതാണ്, പഠിക്കണം എന്ന് ഞാൻ പറയും. ഒരു ലാംഗ്വേജ് ഇപ്പൊ മലയാളം നമ്മൾ ABC പഠിച്ചിട്ടല്ല നമ്മൾ മലയാളം സംസാരിച്ചത് അല്ലെ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. പക്ഷെ അങ്ങനെ ബേസിക് അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് പഠിച്ചു, നിനക്ക് കുറച്ചെങ്കിലും മനസ്സിലായോ? മനസ്സിലായി മിസ്. മിസ് ഒരു ഡൗട്ടും കൂടി ഉണ്ട്. നമ്മള് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, അപ്പൊ ഐ ഹാഡ് മൈ ലഞ്ച് എന്നാണ് പറയാ. ഐ ഹാഡ് മൈ ലഞ്ച്. അത് അതിലൊരു ഇതുണ്ട് എന്ന് വെച്ചാല് നമുക്ക് അവിടെ ഹാവ് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പ്രസന്റിൽ നടന്നൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ഹാവ് വെച്ച് ചോദിക്കും. ഇപ്പോ ടൈം 3 o'clock ആണെന്ന് വിചാരിക്കാം, ലഞ്ചിന്റെ ടൈം ആണെന്ന് വിചാരിക്കാം. തൊട്ട് മുന്നേ നടന്ന കാര്യം, പ്രസന്റിൽ തൊട്ട് മുന്നേ നടന്ന കാര്യം. അപ്പൊ എനിക്ക് ചോദിക്കാം ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, തൊട്ട് മുന്നേ കഴിച്ചോ ചോദിക്കാം. പക്ഷേ ഇന്നലത്തെ കാര്യമാണ് ചോദിക്കുന്നെങ്കിൽ ടെൻസ് മാറും. മനസ്സിലായോ? അപ്പൊ ഹാഡ് യുവർ ലഞ്ച് യെസ്റ്റർഡേ അങ്ങനെ ചോദിക്കാം, ഹാഡ് യുവർ ലഞ്ച് ചോദിക്കാം, കഴിച്ചോ. അതാണ്. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. മനസ്സിലാക്കിയാൽ അത് പറയാനും ചോദിക്കാനും എളുപ്പമാണ്. പക്ഷെ അത് യൂസ് ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോഴാണ് കുറെ ഡൗട്ട് വരുന്നത്. ഇപ്പൊ മലയാളം ഒരു വേർഡ് ആണെങ്കിലും ടൈം ട്വിസ്റ്റർ ഒക്കെ മലയാളത്തിൽ തരാണ് ഞാൻ എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ഒരിക്കലും പറയാത്ത കാര്യമാണ്. ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ തെറ്റോ? തെറ്റില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ടൈം ട്വിസ്റ്റർ തന്നു, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടൈം ട്വിസ്റ്റർ ആണ്. ഫസ്റ്റ് പറയുമ്പോൾ തെറ്റും. ടൈം ട്വിസ്റ്റർ എന്നല്ല, ഏതൊരു വേർഡ് ആണെങ്കിലും ഫസ്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റും. അതൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? അത് പിന്നെ സിമ്പിൾ ആവും. അതുപോലെ തന്നെയാണ് ഏത് ലാംഗ്വേജ്. ആദ്യം ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. ആദ്യം തപ്പി പിടിച്ച് ചോദിക്കും ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. പിന്നെ അത് ഫ്ലുവന്റ് ആവും. ശരിയല്ലേ? ശരിയാണ്. തെറ്റിയാലും മാക്സിമം ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കാം. ഓക്കെ, ക്ലാസ്സിൽ ഇപ്പൊ കുറച്ച് പേരുണ്ടെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും. അവർക്കെങ്കിലും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ബോറടിക്കാതെ ക്ലാസ് എടുക്കാനാണ് നോക്കുക. കാരണം ഇംഗ്ലീഷ് ഭയങ്കര ബോറിംഗ്. എനിക്ക് ഞാൻ പഠിച്ചത് നമുക്ക് എല്ലാം പഠിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ്. എന്തും എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ ബോറടിക്കാതെ ക്ലാസ് എടുക്കാം. കാരണം ഞാൻ കോഴ്സിൽ ചേരുമ്പോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആരും തന്നെയായിരുന്നു. നമുക്ക് ബോറടിക്കും ചിലപ്പോ. അപ്പൊ തന്നെ ഞാൻ ആലോചിക്കുമ്പോ ഇങ്ങനെ എടുക്കാമല്ലോ ക്ലാസ് അല്ലേ. മാക്സിമം ഞാൻ അങ്ങനെ ചെയ്യാറ്, ബോറടിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പക്ഷെ നിങ്ങൾ ആരും എന്നോട് സംസാരിക്കില്ല. പോലെയാണ് ഞാൻ ഇങ്ങനെ റെസ്പോൺസ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഓക്കെ,
കഴിഞ്ഞു. ആരെങ്കിലും കഴിഞ്ഞോ? ഹാബിറ്റ്സും റൊട്ടീനൊക്കെ കഴിഞ്ഞോ? ആരുടെങ്കിലും കഴിഞ്ഞോ? മിസ്സേ കഴിഞ്ഞു. പറയൂ. I wake up at 7 o'clock and brush my teeth. Then I drink a cup of coffee. After that, I eat my breakfast and I started my works in the house and spending some time in mobile. After lunch, I'm attend online class from 1:30 to 3:30 p.m. After class, I start my kitchen works and prepare food for lunch. And 9 o'clock, I go to sleep. Yeah, good. Hello. Anyone? ആരെങ്കിലും? ആരും പറയുന്നില്ല? മിസ്സേ ഞാൻ പറയാം. യെസ്, പറയൂ. I get early morning every day and I brush teeth and wash hand and face. I have get breakfast and I cook lunch and wash dresses. Next I attend mock test and have lunch. Then I attend class 1:30 to 3:30 p.m. Then I watch TV and I go to dance class 7 p.m. to 9 p.m. and I come back home, have dinner with my family. Then I sleep to 10 p.m. ഓക്കെ. ഇപ്പോ നിങ്ങളിത് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്തിട്ടില്ലേ? അല്ലെ, എൻ്റെ മിസ്സേ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഓക്കെ. സോ ഇനി പറയാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്തായാലും പറയണം. ഗൂഗിൾ നോക്കി പറയാനല്ല പറയുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ. സോ ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും പറയാനുണ്ടോ? ഇത് പ്രാഥമിക കൃത്യങ്ങൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? പ്രാഥമിക കൃത്യങ്ങളല്ലേ, പ്രഭാത കർമ്മങ്ങളല്ലേ? അതെ. നിങ്ങളൊന്ന് നോക്കൂ, സഹായിച്ച് ചെയ്യൂ കേട്ടോ. സഹായിച്ച് ചെയ്ത് കണ്ടുപിടിക്കൂ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളോട് പറയണം. ഓക്കെ. അല്ല, എന്നിട്ട് നമ്മുടെ വീട്ടില് മൊത്തത്തിലുള്ള ജോലികളെ എങ്ങനെ പറയാം? എന്താ വീട്ടിൽ നമ്മളെ മൊത്തത്തിൽ ഇപ്പൊ അലക്ക് തുടക്കല് തൂക്കല് അങ്ങനെ മൊത്തത്തിലുള്ള വർക്കുകൾ ഒരുമിച്ച് വീട്ടുജോലികൾ, അതിന് മാത്രമല്ല വീട്ടുജോലികൾ, അതും സെർച്ച് ചെയ്യൂ. അപ്പൊ പ്രഭാത കർമ്മം, വീട്ടുജോലികൾ, അത് രണ്ടും സെർച്ച് ചെയ്യാം. അപ്പൊ അത് രണ്ടും കൂടെ ഒരു സെന്റൻസ് ചുരുക്കാലോ. ഞാൻ പല്ല് വെച്ചു, ഞാൻ അത് ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുന്ന ഡൗട്ട് നോട്ട് ചെയ്ത് വെക്കാം, സെർച്ച് ചെയ്യാം, കണ്ടുപിടിക്കാം. പിന്നെ ഒരിക്കലും അതുകൊണ്ട് മറക്കില്ല. ഞാനിവിടെ പറഞ്ഞിരുന്ന നോക്കി അതാണ് മിസ് എന്ന് പറഞ്ഞു മറക്കില്ല. അങ്ങനെ ഒരിക്കലും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയാട്ടോ, എല്ലാവരും പറയണം. ഓക്കെ. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഓക്കെ. സോ നമുക്ക് വൈൻഡ് ചെയ്യാം. Thank you all. See you on the next class. Okay, bye. Thank you. Thank you, ma'am. Good day, ma'am. താങ്ക് യു നമ്പർ. Thank you, number. Thank you, ma'am.